ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായൊരു നല്ല ദിവസം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും എല്ലാ സൗകര്യങ്ങളും തന്ന എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വനസൂഷിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്തിക്കാനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള കാര്യപരിപാടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാശത്തിലേക്ക് പോയ മനുഷ്യൻ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ മനുഷ്യൻ, സാത്താൻ്റെ അടിമപ്പാടിലായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ എങ്ങനെ മടക്കിക്കൊണ്ടുവരും എന്നുള്ള സ്വർഗീയ ആലോചനയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഈ ഒരു വലിയ സത്യം കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷ. കാരണം വലിയ വില പിതാവായ ദൈവം കൊടുത്തു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഏകജാതനെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതായത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് അയച്ച് തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാപത്തിലേക്കോ ലോകത്തിലേക്കോ ഒരു കാലത്തും തിരികെയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം എന്താണ് പുത്രനിൽ കൂടെയുള്ള അനുഗ്രഹം. സ്വർഗത്തിലെ ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരേ ഒരു അനുഗ്രഹം തൻ്റെ പുത്രനാണ്. തൻ്റെ അതേ പ്രതിമയായ പുത്രനെ മനുഷ്യന് നൽകിക്കൊണ്ട് അവനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേക ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഈ ലോകത്തിലെ കാര്യത്തിലേക്ക് നമ്മുടെ ഹൃദയം വ്യാപൃതരായി പോകുന്നത് സ്വാഭാവികമാണെങ്കിലും ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങൾ എൻ്റെ പുത്രനെ ആദരിക്കുക, എൻ്റെ പുത്രനെ സ്വീകരിക്കുക, അവനിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. പക്ഷേ ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, പുത്രനിലൂടെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്ന അനുഗ്രഹം. പാപം ചെയ്യുന്ന മനുഷ്യന് പാപം ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു അനുഗ്രഹം. മനുഷ്യൻ പാപം ചെയ്യുമ്പോഴാണ് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്, അവൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുന്നു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, അവന് ഭൂമിയിൽ നിരാശനാകുന്നു, അവൻ ഭൂമിയിലെ അനേക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു, അവനെ ശത്രു വലച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം വളരെ കൃത്യമായും വ്യക്തമായും പറയുന്ന ഒരു കാര്യം, പുത്രനെ സ്വീകരിച്ചാൽ പുത്രനിൽ കൂടെ നിങ്ങൾ ചെയ്തു പോയ സകല പാപത്തിനും പരിഹാരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഹൃദയം വളരെ ക്ലീനായിരിക്കും, നിങ്ങളുടെ ഹൃദയം സ്വച്ഛമാകും, നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. അവൻ വന്ന് നിങ്ങളെ അകൃത്യത്തിൽ നിന്ന് തിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അവിടെ പിന്നെയും പറഞ്ഞുകൊണ്ട് പുത്രനിലൂടെ മാനസാന്തരവും പാപങ്ങൾ മായ്ച്ചു കിട്ടുന്നതുമായ അനുഗ്രഹം. അപ്പോസ്തല പ്രവൃത്തി 3:19 നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ പുത്രനിലൂടെയാണ് ഒരു മനുഷ്യന് മാനസാന്തരം കിട്ടുന്നത്. ലോകം ലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യന്, ലോകസുഖങ്ങൾ ലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ ആ പാപങ്ങൾ മായ്ച്ചു കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. നാളുകളായി വന്നുപോയ സകല പാപങ്ങളും, കുറ്റബോധമുള്ള ഹൃദയം, എനിക്ക് വലിയ തെറ്റുകൾ വന്നുപോയല്ലോ, ആ മനസ്സാക്ഷി കുത്ത് മായ്ച്ചു കിട്ടുന്ന പുത്രനിലൂടെയുള്ള അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വായിച്ചു നോക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഈ മാനസാന്തരവും തിരിവും കിട്ടുന്നത് ജീവനുള്ള ദൈവം പുത്രനെ മനുഷ്യൻ്റെ മുമ്പിൽ വരച്ചു കാട്ടി തരികയാണ്. നിങ്ങൾക്ക് മാനസാന്തരവും നിങ്ങൾക്ക് പാപമോചനവും നിങ്ങൾക്ക് സമാധാനവും കിട്ടുന്നത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി പിതാവായ ദൈവം അയച്ച പുത്രനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. ഈ പുത്രനിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ഈ പുത്രനിൽ കൂടെ മാനസാന്തരം കിട്ടുന്നു,
പുത്രനിൽ കൂടി അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നു, പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന അനുഗ്രഹം. 2:31 അപ്പോസ്തല പ്രവൃത്തി. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ മനുഷ്യന്, ബുദ്ധിയുള്ള മനുഷ്യന് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ അദൃശ്യമായ ക്രിസ്തു. മനുഷ്യനെ വെളിപ്പെടാൻ പ്രയാസമുള്ളതായ ആ വലിയ ശക്തി, ദൈവിക ശക്തി, ദൈവം തന്നെ, പുത്രൻ തന്നെ, പിതാവ് തന്നെ, ആ ഒരു ശക്തി മനുഷ്യന് കിട്ടുമെന്ന് പറയുന്ന ആ വലിയ വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. പുത്രനെ മാനിക്കുന്നവന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. പുത്രൻ പിതാവിനോട് ചോദിച്ചാൽ മാത്രമേ ആ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റെടുക്കുകയാണ്, സകല സത്യത്തിലും വഴി നടത്തുകയാണ്, സകല ആലോചനയും തന്ന് വഴി നടത്തുകയാണ്, തെറ്റേത് ശരിയേതെന്ന് വ്യക്തമായി കാണിച്ചു തരികയാണ്. വഴിയിൽ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന മനോഹരമായ ജീവിതം, തെറ്റു പറ്റാത്തതായൊരു ജീവിതം, തെറ്റിലേക്ക് തിരിയുമ്പോൾ അലേർട്ട്നെസ് തരുന്ന ഒരു മനോഹരമായ ജീവിതം. ഈ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പുത്രൻ്റെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൊതുവെ മനുഷ്യൻ പാപത്തിനോട് താല്പര്യമുള്ള മനുഷ്യനാണ്, പാപത്തോട് ചായ്വുള്ള മനുഷ്യനാണ്. അത് മനുഷ്യൻ്റെ ജന്മന ഉള്ള ഒരു വാസനയാണ് പാപം ചെയ്യുക എന്നുള്ളത്. കാരണം ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയിൽപ്പെട്ട മക്കളല്ലെങ്കിൽ, പ്രത്യേകിച്ച് അവരിൽ ആ രക്തത്തിൽ കൂടെ വന്നിരിക്കുന്ന പാപത്തിൻ്റേതായിട്ടുള്ള വിത്തുകളാണ്, പാപം ചെയ്യാനുള്ള പ്രവണതയാണ്. അവർക്ക് ഭൂമിയിൽ ദൈവത്തെങ്കിലേക്ക് നോക്കാനോ ദൈവവചനം കേൾക്കുവാനോ അതിന് കീഴ്പ്പെടാനോ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ജീവിക്കുന്നത്. ദൈവവചനം അവർക്കൊരു വലിയ പ്രയാസമാണ്, അവർക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വചനം പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയാൻ ശ്രമിച്ചത്? അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്കത് പിടികിട്ടുന്നില്ല. ഇങ്ങനെ എങ്ങനെ ആർക്ക് ജീവിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ജീവിതമുണ്ടോ? ഇങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കാൻ പറ്റും? അവർക്ക് ആ പണ്ടുണ്ടായിരുന്ന ന്യായപ്രമാണവും പണ്ടുണ്ടായിരുന്ന പള്ളിയും യാഗവും അതൊക്കെ മതി, അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്, അത്രയൊക്കെ ഞങ്ങൾ ചെയ്യാം. അതിനപ്പുറം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവർ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മനുഷ്യനെ മാറ്റിയെടുക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതി എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ എന്നാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കിട്ടുമ്പോൾ, ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ, ക്രിസ്തു ജീവിതം ഏറ്റെടുക്കുമ്പോൾ, ക്രിസ്തു നായകനായി ഹൃദയത്തിൽ വരുമ്പോൾ, ക്രിസ്തുവിനായി ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ, ക്രിസ്തു ഭരണം നടത്തുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരും. എങ്ങനെയാണ്? അവൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, കണ്ണ് കാണാത്ത അനേക കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ ക്രിസ്തു തരുന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര സുന്ദരമായൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാമായിരുന്നു. അലലില്ലാതെ, അലട്ടലില്ലാതെ, ഭാരമില്ലാതെ, ആകുലമില്ലാതെ, ടെൻഷനില്ലാതെ, എത്ര മനോഹരമായി സുന്ദരമായി ആടിപ്പാടി സ്തുതി നാവിൽ ലഭിച്ചുകൊണ്ട് പറന്ന് ജീവിക്കുന്ന ഒരു മനോഹരമായ ജീവിതമുണ്ട്. ഇന്ന് അനേകർക്കത് മനസ്സിലാകുന്നില്ല, അനേകർക്കത് എന്താണെന്ന് ഗ്രഹിക്കാൻ ദൈവത്തിനെ താഴുന്നില്ല, ക്രിസ്തുവിനെ കാണാൻ കാത്തിരിക്കുന്നില്ല. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു വഴിയുണ്ടെങ്കിൽ എനിക്കിത് തരണമേന്ന് ദാഹിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാപത്തോടുള്ള താല്പര്യം മനുഷ്യന് വിട്ടുമാറി പാപത്തോട് അറപ്പും വെറുപ്പും ഉള്ള ഒരു ജീവിതം. പാപം എന്ന് പറഞ്ഞാൽ അത് വിഷമാണെന്നും അതെൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണെന്നും നിത്യമായ നരകത്തിൻ്റെ അവകാശം തരുന്നതാണെന്നും എൻ്റെ ദൈവം ദുഃഖിക്കുന്നതാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണെന്നുള്ള ബോധം കൊള്ളുണ്ട്. പാപത്തെ വെറുപ്പോടെ മറത്തുപേക്ഷിക്കുന്ന ഒരു മനുഷ്യന് എത്ര വലിയ മാറ്റമാണ് മനുഷ്യൻ സംഭവിക്കുന്നത്. പാപത്തോട് ചേർന്ന് നടന്ന മനുഷ്യൻ, പാപത്തെ കെട്ടിപ്പിടിച്ചു നടന്ന മനുഷ്യൻ, പാപത്തിനു വേണ്ടി ജീവിച്ച മനുഷ്യൻ, അവൻ്റെ ആൾ മാറുന്നു, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശുവിൻ്റെ അതേ ഭാവവും സ്വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ലോകം മാത്രം ലക്ഷ്യമാക്കി ഈ ലോകത്തിൻ്റെ ഉന്നതികളെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യന്, ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ടെൻഷനും എടുത്ത് ജീവിക്കുന്ന മനുഷ്യനെ, അവനെ ഒരു ശുഭവർത്തമാനമാണ് കർത്താവായ യേശു ക്രിസ്തു.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ യേശു ക്രിസ്തുവാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ യേശു ക്രിസ്തുവാണ് സമാധാനം എന്ന് പറയുന്നത്. ഈ യേശു ക്രിസ്തുവാണ് മനുഷ്യൻ്റെ ആശ്വാസം. ഈ യേശു ക്രിസ്തുവാണ് മനുഷ്യൻ്റെ പ്രത്യാശ. ഈ യേശു ക്രിസ്തുവാണ് മനുഷ്യൻ്റെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയരെ, യേശുവിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാം പ്രിയരെ, കാണാം. ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയാൽ, ആത്മാവാകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും. അവനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അവൻ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടിയിരുന്ന് നമ്മളെ സഹായിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ അടിമനുഖത്തിൽ അനേകരെ കിടന്ന് വലയുകയാണ്. ചിലർ പറയാറുണ്ട്, പാപം വിടണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് മദ്യപാനികൾ പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ സാമ്പത്തികം മോശമാകുന്നതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ കുഴപ്പമാകുന്ന കാര്യമാണ് ഈ മദ്യപാനം, എൻ്റെ വീട്ടിൽ കലഹത്തിൻ്റെ കാരണം മദ്യപാനമാണെന്ന് എനിക്കറിയാം, എല്ലാം അറിയാലും എന്നാലും ഒരു അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയരെ, മനുഷ്യരെ സാധിപ്പിക്കാനാണ് ദൈവപുത്രൻ ക്രൂശിലേക്ക് കയറിയത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിക്കാഞ്ഞതിനെ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ മനുഷ്യന് സാധിപ്പിച്ചു കൊടുക്കും. ഒന്ന് വായിച്ചു നോക്കിയത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് അസാധ്യമായ കാര്യം സാധിപ്പിക്കാൻ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യൻ്റെ അസാധ്യങ്ങൾ അവൻ ഏറ്റെടുക്കുകയാണ്, അവൻ സാധ്യമാക്കി കൊടുക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. ദൈവത്തിൻ്റെ പ്രമാണം വളരെ കർശനമാണ്. ദൈവത്തിൻ്റെ പ്രമാണം മനുഷ്യന് സ്വാഭാവികമായിട്ട് അനുസരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ നിനക്കത് സാധിപ്പിച്ചു തരും. എത്ര വലിയ അനുഗ്രഹമാണ്! സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. പിതാവിൻ്റെ സാന്നിധ്യം മനുഷ്യന് കൊടുക്കുന്നതാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്. മനുഷ്യന് അസാധ്യമാണ്. എല്ലാവരും പുറകോട്ട് മാറിപ്പോകുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, ഇടറിപ്പോകുന്ന ഒരൊറ്റ കാര്യത്തിലാണ്. ഇടറേണ്ട, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് മനുഷ്യൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാം. അല്ല, ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ മതി, ഈ അനുഗ്രഹം നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരും. സ്വർഗമാവലോട് കാത്തിരിക്കുകയാണ്. ആര് എനിക്ക് വേണ്ടി എന്നെ അന്വേഷിക്കുന്നുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സെർച്ച് ലൈറ്റ് അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ സ്കാൻ ചെയ്യുകയാണ് ഭൂമിയെ. ആരെങ്കിലും എൻ്റെ സഹായം ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ ആവശ്യപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും എൻ്റെ ശക്തി വേണമോ? ആരാണ് എന്നെ വിളിച്ചപേക്ഷിക്കുന്നത്? കർത്താവേ, ഒരുവനായി ഞാനിവിടെയുണ്ട്. ഈ ഭൂമിയുടെ ഒരു ചെറിയ കോണിക്കൽ ഞാൻ നിന്നെ വിളിക്കുകയാണ്. നിൻ്റെ ശക്തി ഞാൻ അന്വേഷിക്കുകയാണ്. നിൻ്റെ കരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരണമേ. ലോകത്തിലെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ പാപത്തിൻ്റെ പ്രശ്നമുണ്ട്, അനേക പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ നീയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്ന് പോകാൻ എനിക്ക് സാധിക്കുകയില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മരണക്കിടക്കയിൽ നിരാശനായി പോകും കർത്താവേ. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള കാലത്ത്, ഈ സുബോധമുള്ള കാലത്ത്, ഈ നല്ല കാലത്ത് കർത്താവേ, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് കഴുകി വെടിപ്പാക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണം. നിൻ്റെ അനുഗ്രഹം എന്താണെന്ന് എനിക്കൊന്ന് അനുഭവിച്ച് എനിക്ക് ഓടി നടന്നൊന്ന് പറയണം കർത്താവേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിലേക്ക് ജീവജല നദികൾ എനിക്കൊന്ന് ഒഴുക്കണം കർത്താവേ. ഇതെൻ്റെ ആഗ്രഹവും കൊതിയാണെന്ന് പറഞ്ഞാൽ സ്വർഗം കേൾക്കുകയില്ലേ? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ അടിമനുഖത്തിൽ നിന്ന് മണവാട്ടിയാക്കി തീർക്കുന്ന അനുഗ്രഹം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വേണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പാപത്തിൽ തകർന്നു കിടക്കുന്ന മനുഷ്യന്, ചെളിക്കുണ്ടിൽ കിടക്കുന്ന മനുഷ്യനെ പൊക്കിയെടുത്തിട്ട് ഞാൻ നിന്നെ മണവാട്ടിയാക്കി വിവാഹത്തിന് നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എനിക്കതൊക്കെ ദഹിക്കാൻ വളരെ പ്രയാസമുള്ള വിഷയമായിരുന്നു. ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കാൻ എന്തുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി. അധികം പേരെയും ദൈവത്തിന് കിട്ടുകയില്ല. ദൈവത്തിൻ്റെ വലയ്ക്കകത്ത് പെടുന്നവർ വളരെ ചുരുക്കം പേരാണ്. ഒരു ചെറിയ ആദ്യ സ്നേഹം കിട്ടിയാലും അത് കഴിയുമ്പോൾ ജീവിതം പഴയതുപോലെ ആകുന്നത് കൊണ്ട്
പിന്നെ അവർ പഴയതിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ആർദ്ര സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. അവൻ എത്ര ആശ വെച്ചാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്, എത്ര പ്രതീക്ഷയോടാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. പക്ഷേ വല പൊട്ടിച്ചു പോകുന്ന മീനിനെ പോലെ അനേകരെ തെന്നിപ്പോവുകയാണ്. ഇത് കഠിനവാക്കാണെന്ന് പറയുകയാണ്. മനുഷ്യരുടെ കുറ്റം പറഞ്ഞുകൊണ്ട്, ജീവനുള്ള ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലെ മക്കളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവനുള്ള ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തിന് മനുഷ്യരെ നോക്കണം? ക്രിസ്തുവിനെ നോക്കുക, തെറ്റുപറ്റാത്ത ക്രിസ്തുവിനെ നോക്കുക, പാപം തൊടാത്ത ക്രിസ്തുവിനെ നോക്കുക. അവൻ നിൻ്റെ കരം പിടിച്ചാൽ നീ ആൾ മാറുകയില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് അനുഗ്രഹം, ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹം. ഇതാ പാപച്ചെളിയിൽ നിന്നും മണവാട്ടിയാക്കുന്ന മനോഹരമായൊരു അനുഗ്രഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത് സാധ്യമാണ് പ്രിയരെ. അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മണവാട്ടിയാക്കി ഞാൻ വിവാഹത്തിന് നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷേ എനിക്കൊരു പേടിയുണ്ട്, എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം വളരെ തന്ത്രശാലിയായ സാത്താൻ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്തുമെന്ന്. പ്രിയരെ ശ്രദ്ധിക്കണം. ഏകാഗ്രതയും നിർമ്മലതയും തരാൻ ആരെ കൊണ്ട് കഴിയും? സ്തോത്രം. മണവാട്ടിയായി നിൽക്കണമെങ്കിൽ ഏകാഗ്ര ഹൃദയം വേണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്ര ഹൃദയം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്ര സ്നേഹം, ക്രിസ്തുവിനോടുള്ള നന്ദിയും കടപ്പാടും, ക്രിസ്തുവിനോട് വിട്ടുപിരിയാൻ വയ്യാത്തൊരു സ്നേഹബന്ധത്തിൻ്റെ ഉടമസ്ഥാവകാശം, അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മണവാട്ടിയാക്കി നിശ്ചയിച്ചു, നിശ്ചയം കഴിഞ്ഞു, എല്ലാം ശരിയാണ്. പക്ഷേ അപ്പോസ്തലൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചേ 2 കൊരിന്ത്യർ 11-ന്റെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എരിവോടെ എരി. അപ്പോസ്തലൻ്റെ എരിവാണ്, അപ്പോസ്തലൻ്റെ തീഷ്ണതയാണ്. അപ്പോസ്തലന് വേറെ ഒന്നും ലക്ഷ്യമല്ല. വലിയ ഡിഗ്രിയൊക്കെ ഉള്ള മനുഷ്യനാണ്, തിയോളജിയും എല്ലാം പഠിച്ച് അരച്ച് കരച്ച് കുടിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അപ്പോസ്തലൻ്റെ എരിവ് എന്താണെന്ന് അറിയാമോ? ആത്മാക്കളെക്കുറിച്ചുള്ള എരിവ്. വീണ്ടും ജന്മം ലഭിച്ച വ്യക്തികൾ, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിക്കൊടുത്ത ജനങ്ങൾ, ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ? വായിച്ചു നോക്കിയേ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഭയപ്പെടുകയാണെന്നാണ് പറയുന്നത്. കാരണം എത്ര എളുപ്പമുള്ള കാര്യമല്ല. പിശാച് നിങ്ങളെ വലയ്ക്കും, വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിലവൻ പ്രവർത്തിക്കും. ഇതെങ്ങനെയൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുന്ന ജീവിതമാണ്. വേണ്ട, ഇത്രത്തോളം ഒന്നും വേണ്ട എന്ന് പറയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവോ ഭാരപ്പെടല്ലേ, ഇത് സാധിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ എന്തിന് പേടിക്കണം? ആരെ പേടിക്കണം? സാത്താൻ 7 അയൽവക്കത്ത് അടുക്കുകയില്ല. ഒരു സമർപ്പണമുള്ള ദൈവവൈതൻ്റെ സമീപത്ത് പോലും സാത്താന് കടന്നു വരാൻ പറ്റത്തില്ല. ഒരു പാളിയ ചിന്ത പോലും, ഒരു ഭാരം പോലും, ഒരാകുലം പോലും, ഒരു ടെൻഷൻ പോലും വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവനാണ് വീരനാം ദൈവം, അവൻ അത്ഭുതം മന്ത്രി, അവൻ സമാധാന പ്രഭു. സ്തോത്രം. അവൻ മനുഷ്യകൂടാരത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവനാണ്. സാത്താൻ്റെ ഒരു തീയമ്പ് അങ്ങോട്ട് അടുക്കുകയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൻ്റെ തീമതിൽ സംരക്ഷണം, സ്വർഗത്തിൻ്റെ വേലിക്കെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവവചനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. പ്രിയരെ, സത്യമാണ്. ദൈവം തൻ്റെ മക്കളെ പൊന്നുപോലെ കാത്തു പരിപാലിക്കും. അവൻ്റെ ശക്തി എന്താണെന്ന് നാം ഒന്ന് രുചിച്ചറിയുക. സാത്താന് ശക്തി ഉണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന സാത്താന് ശക്തി, അനേക പാപത്തിലും അനേക വേണ്ടാതത്തിലും കൊണ്ടുപോകുന്ന ദുശീലങ്ങളിലേക്ക് നയിക്കുന്നൊരു ശക്തി അവനുണ്ട്. അതൊരു ശക്തി തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതിന് എത്രയോ മടങ്ങ് ശക്തിയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി. ഒരു മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ മുമ്പിൽ പാപത്തിൻ്റെ എന്തെല്ലാം പ്രലോഭനം ഇട്ടുകൊടുത്താലും ശരി, അവൻ യാതൊരു കൂസലുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, യൗസേപ്പ്, യൗവനക്കാരനായ യൗസേപ്പ് പാപത്തിൻ്റെ വലിയ ചോദന വന്നപ്പോൾ പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കുന്നത് എന്ത്? ഞാൻ നിന്നോട് ഈ പാപം ചെയ്തിട്ട് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന എന്ത്? ഇവിടെ എൻ്റെ ജഡത്തിൻ്റെ സുഖമല്ല എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, എൻ്റെ ദൈവം കരയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എങ്ങനെ കാഴ്ചപ്പാട് കിട്ടുന്നു? എങ്ങനെ മാറ്റം വരുന്നു? ജഡത്തിന് വേണ്ടി ഓടി കിടക്കുന്ന മനുഷ്യൻ, ഇമ്പങ്ങളുടെ പിന്നാലെ ഓടി കിടക്കുന്ന മനുഷ്യൻ പറയാണ്, കണ്ണിൻ്റെ മുമ്പിൽ കയ്യെത്താവുന്ന ദൂരത്ത് പാപം നിൽക്കുമ്പോൾ വേണ്ട വേണ്ട, എന്നെ കിട്ടുകയില്ല. ഞാൻ സമർപ്പണമുള്ള ദൈവവേദലാണ്. ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞവനാണ്. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ്. എനിക്ക് അഴുക്ക് പാടില്ല. 100 മടങ്ങ് ഇതിനേക്കാൾ വലിയ സന്തോഷം എൻ്റെ ദൈവം എനിക്ക് ആത്മാവിൽ തരുന്നുണ്ട്.
ഞാൻ എന്തിന് ഇതിൻ്റെ പിന്നാലെ പോകണം? എൻ്റെ ദൈവമേ, ഈ മാറ്റം എങ്ങനെ സംഭവിക്കും? ഇതാണ് ക്രിസ്തു തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട ഒന്നുമില്ല. മനുഷ്യർക്ക് സാധിക്കാത്തൊരു കാര്യം ദൈവം ഒരിക്കലും പറയുകയില്ല. സാധിച്ചവർ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ കാല തലമുറയിലെ സാധിച്ചവരെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കും ഇത് സാധിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമർപ്പണം എന്തെന്നറിയാത്തവർക്ക് സമ്പൂർണ്ണ സമർപ്പണം കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര സമർപ്പിച്ചാലും മതിയാകാത്തതാ ഒരു ആവേശം. എൻ്റെ ദൈവത്തിന് കൊടുത്തിട്ടും പോരാന്നുള്ളത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനി എന്തെങ്കിലും കുറവുണ്ടോ? കർത്താവിന് കൊടുക്കാത്ത എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ? സാത്താൻ അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിരന്തരം ശോധന ചെയ്തുകൊണ്ട് എവിടെങ്കിലും അത് കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ, കർത്താവേ, ഞാനത് കണ്ടുപിടിക്കാൻ വൈകിപ്പോയി, ഞാൻ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചേരിയാണ്. എങ്ങനെയും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്ങനെയും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കുറവ് വരാൻ പാടില്ല. എൻ്റെ ദൈവം ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന ദൈവസ്നേഹം. എൻ്റെ ദൈവമേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിത്യജീവൻ്റെ അവകാശം നമുക്ക് സൗജന്യമായി കിട്ടുന്നു. എന്താണ് നിത്യജീവൻ? ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യമായ ജീവിതത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരികയാണ്. ഏത് സമയത്ത് കടന്നു പോയാലും പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളതുകൊണ്ട് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഭാഗ്യകനാന്ത സ്ത്രീക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അതെൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു തരാൻ കഴിയില്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും ചെയ്തു തരാൻ കഴിയില്ല. എന്നാൽ ഞാൻ ആശ വെച്ച എൻ്റെ അരുമ മണവാളൻ ജീവിതം അവന് വേണ്ടി കൊടുത്ത് എൻ്റെ യൗവനകാലത്ത് തോന്നിവാസം ജീവിക്കാമായിരുന്നു എങ്കിലും വേണ്ടാന്ന് വെച്ച് അവൻ്റെ വചനത്താൽ ആകർഷിക്കപ്പെട്ട് എന്നെ ഇതുവരെ വഴി നടത്തിക്കൊണ്ടുവന്ന ആ നല്ല ദൈവത്തോടെ കടപ്പാടും സ്നേഹം കൊണ്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പേടിക്കാനാണ്? അതല്ലേ നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയരെ, ഇതാണ് ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ എനിക്ക് പാപം വേണ്ട, എനിക്ക് ദൈവ തേജസ്സും മതി. നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് സൗജന്യമാണ് പ്രിയരെ. സൗജന്യമായ വീണ്ടെടുപ്പ്, വില കൊടുക്കണ്ട സൗജന്യമായ ജീവിതം ദൈവം നമുക്ക് തരും. യേശുവിൻ്റെ രക്തത്താൽ സകല പാപങ്ങളും കഴുകിക്കിട്ടുമെന്ന് മാത്രമല്ല, പിതാക്കന്മാരുടെ പരമ്പരകളായിട്ടുള്ള ശാപം പോലും എൻ്റെ തലമിൽ നിന്ന് അറുത്ത് മാറ്റിക്കളയാൻ ഒരു ദൈവത്തിന് ഈ ഭൂമിയിൽ വെച്ചാൽ സാധിക്കും. സ്തോത്രം. സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും പിടിച്ചു വാങ്ങിക്കാം. സാത്താൻ്റെ സകല പ്രലോഭനങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കും. അവനെ ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ സാധിക്കും. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരമെന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ വാക്യം ഈ ഭൂമിയിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ദൈവം വസിക്കുന്ന കൂടാരം, ദൈവം വസിക്കുന്ന ഹൃദയം, ദൈവം വസിക്കുന്ന വീട്, ദൈവത്തിൻ്റെ ദൈവ സാന്നിധ്യം ഉള്ള ഭവനങ്ങൾ അല്ല പ്രിയരെ. ഒരു ദൈവം ഇതിലെവിടെ പോയാലും ഈ വിശുദ്ധിയുടെ സുഗന്ധം വീശിക്കൊണ്ട് പോവുകയാണ്. ഈ സ്തുതിയുടെ സുഗന്ധം ഇങ്ങനെ വീശിക്കൊണ്ട് പോവുകയാണ്. ജീവജല നദികൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. ആർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ആ തേജസ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിറഞ്ഞ ഒരു ദൈവത്തിൻ്റെ വില എന്താണെന്ന് അധികം പേർക്കും മനസ്സിലാകില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ നല്ല വിളിയിലേക്ക് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനായി നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ വിളിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.